ഇതെൻ്റെ ആ രാത്രിയിലെ അവസാന ഡെലിവറി ആയിരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഞാനൊരു പിസ്സ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ ബോസുകളിൽ ഒരാളായ രാഹുൽ ആ രാത്രിയിലെ ഷിഫ്റ്റിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആരാണ് ഏത് ഡെലിവറി പോകേണ്ടതെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 2 സാധാരണ പിസ്സകളുടെ ഒരു ഓർഡർ വന്നു. അദ്ദേഹം എനിക്ക് അഡ്രസ്സും ആളുടെ ഫോൺ നമ്പർ എഴുതിയൊരു പേപ്പറും നൽകി. ഇത് 2009 അന്ന് എനിക്ക് GPS ഉള്ള ഫോൺ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഫ്ലിപ്പ് ഫോൺ മാത്രമായിരുന്നു. ഗാർമിൻ പോലുള്ള GPS ഉപകരണവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഡെലിവറികൾക്ക് പോകുമ്പോൾ ഞാൻ പഴയ രീതിയിലുള്ള മാപ്പ് ബുക്ക് ഉപയോഗിച്ചാണ് വഴി കണ്ടെത്തിയിരുന്നത്. ആ വീടുള്ള റോഡിൻ്റെ പേര് വില്ലോസ് റോഡ് എന്നൊക്കെയായിരുന്നു. ഹൗസ് നമ്പറോ ഓർഡർ നൽകിയ ആളിൻ്റെ പേരോ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ സ്ഥലം കണ്ടെത്താൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നത് മാത്രമാണ് ഓർമ്മ. ആ പ്രദേശം വളരെ ഗ്രാമീണമായിരുന്നു. ചുറ്റും കാടുകളും വയലുകളും മാത്രം. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാതിരുന്നതും കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കി. വഴി കണ്ടെത്താൻ ഞാൻ പലവട്ടം വാഹനം നിർത്തി. അകത്തെ ലൈറ്റ് ഓണാക്കി മാപ്പ് വീണ്ടും പരിശോധിച്ചു. ഒരു വീട് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അതെനിക്ക് വളരെ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന കാര്യമായിരുന്നു. ആ സമയം ഞാൻ വളരെ നിശബ്ദവും ഇരുണ്ടതുമായ ഒരു റോഡിലായിരുന്നു. ഒടുവിൽ ബോസ് നൽകിയ പേപ്പറിലെ നമ്പറിലേക്ക് വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഫോൺ ഏറെ നേരം റിങ് ചെയ്തു. മറുപടി മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. ഏകദേശം 10 പ്രാവശ്യം റിങ് ചെയ്ത ശേഷമാണ് ആരോ ഫോൺ എടുത്തത്. ഞാൻ ആരെങ്കിലും ഹലോ എന്ന് പറയുമെന്ന് കാത്തിരുന്നു. ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ തന്നെ ഹലോ എന്ന് പറഞ്ഞു. ഹലോ. അതേ ശബ്ദം മറുവശത്തു നിന്നും ആവർത്തിച്ചു. ആ ശബ്ദം വളരെ താഴ്ന്നതും ആഴമുള്ളതും എന്നാൽ ഒരുപോലെ മൃദുവുമായതുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പിസ്സ ഡെലിവറിയാണ്. നിങ്ങളുടെ വീട് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടുകയാണ്. അവൻ വളരെ സാവധാനമായും ഏകസ്വരത്തിലുള്ള ശബ്ദത്തിലും തൻ്റെ ഡ്രൈവേ എങ്ങനെ കണ്ടെത്താമെന്ന് പറഞ്ഞു. അത് കാണാൻ ബുദ്ധിമുട്ടുള്ളതും ഒരു ചെറു കാട്ടുവഴി പോലെ തോന്നുന്നതുമാണെന്ന് പറഞ്ഞു. അവൻ ചുറ്റുപാടുകൾ വിശദമായി പറഞ്ഞു. ഒടുവിൽ ഞാൻ ആ സ്ഥലം കണ്ടെത്തി. ഞാൻ എൻ്റെ കാർ ഒരു വളരെ ചെറിയ വഴിയിലേക്ക് തിരിച്ചു. കണ്ടുപിടിക്കാൻ എളുപ്പമല്ലാത്തൊരു വഴിയായിരുന്നു അത്. ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡായും സൂക്ഷിച്ചും ഏകദേശം 30 സെക്കൻഡ് വാഹനം ഓടിച്ചതിന് ശേഷം ഒരു ചെറുതായ ഒറ്റ നില വീട് കണ്ണിൽപ്പെട്ടു. വീട്ടിനകത്ത് നിന്ന് വരുന്ന മങ്ങിയ ഓറഞ്ച് വെളിച്ചം ഒരു ജനാല വഴി പുറത്തേക്ക് തെളിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഏക മറ്റൊരു വാഹനമായ പഴക്കം ചെന്ന ഒരു തുരുമ്പ് പിടിച്ചൊരു പിക്കപ്പ് ട്രക്കിന് സമീപം ഞാൻ എൻ്റെ കാർ പാർക്ക് ചെയ്തു. ഞാൻ പാസഞ്ചർ സീറ്റിൽ നിന്നും 2 പിസ്സകളും എടുത്ത് വീടിൻ്റെ മുൻവാതിലിലേക്ക് നടന്നു. ഡോർബെൽ നോക്കി, പക്ഷേ ഒന്നും കണ്ടില്ല. അതിനാൽ ഞാൻ വാതിൽ തട്ടി. വീട്ടിനകത്ത് നിന്നും മങ്ങിയ സംഗീത ശബ്ദം കേട്ടു. തുടർന്ന് ആരോ നടന്നു വാതിലിലേക്ക് വരുന്നതിൻ്റെ ശബ്ദവും കേട്ടു. അതിനുശേഷം ഏകദേശം 10 സെക്കൻഡ് കഴിഞ്ഞ് വാതിൽ അല്പം തുറന്നു. ഒരാളുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടത്. ഞാൻ ഒരാളുടെ ഒരു കണ്ണ് എന്നെ നോക്കി ഒളിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഞാൻ നെർവസായി പറഞ്ഞു, ഹേ, നിങ്ങൾ പിസ്സ ഓർഡർ ചെയ്തായിരുന്നോ? ആ ആള് പറഞ്ഞു, ഓ അതെ, പിസ്സ. ഫോൺ കോൾ സമയത്ത് കേട്ട ശബ്ദം തന്നെയായിരുന്നു അത്. ഒരു വിചിത്രമായ നിശബ്ദതയുണ്ടായി. പണമുണ്ടോ എന്നതല്ലാതെ ഞാൻ എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അവൻ പറഞ്ഞു, ഉണ്ട്, ഞാൻ എടുത്തു വരാം. അവൻ വാതിലിൽ നിന്ന് മാറി മറ്റൊരു മുറിയിലേക്ക് നടന്നു. അവൻ്റെ കാൽച്ചുവടുകൾ അകലെ പോകുന്നത് ഞാൻ കേട്ടു. 1930കളിലെ പോലെ തോന്നുന്ന പഴയ സംഗീതം അവിടെ പ്ലേ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഇനിയും ഭയപ്പെടുത്തുന്നതായി എനിക്ക് തോന്നി. അങ്ങനെ നിൽക്കുമ്പോൾ വാതിൽ സ്വയം മന്ദഗതിയിൽ തുറക്കാൻ തുടങ്ങി. അകത്തുള്ള മങ്ങലേറിയ വെളിച്ചമുള്ള മുറി കൂടുതൽ വെളിവാകുകയായിരുന്നു. ആ വീടിൻ്റെ അകത്തളങ്ങൾ എല്ലാം വളരെ പഴക്കമുള്ളതുപോലെ എനിക്ക് തോന്നി. നിലയിലെ ചില പൊത്തുകൾ മൂടാൻ വെച്ചതുപോലെ മെറ്റൽ ഷീറ്റുകൾ ഉണ്ടായിരുന്നു.
സോഫ തന്നെ വേറെ ഒരു നൂറ്റാണ്ടിൽ നിന്നുള്ളതുപോലെ തോന്നി. എല്ലാം അങ്ങനെ പഴയതായിരുന്നു. സംഗീതം ഒരു പഴയ റെക്കോർഡ് പ്ലെയറിൽ നിന്നാണ് വരുന്നത്. മുകളിൽ ഒരു കൊമ്പ് പോലുള്ള ഭാഗമുള്ളത്. ആദ്യം ഞാൻ വാതിലിലൂടെ ഒന്ന് നോക്കി കണ്ടത് ഇത്രയായിരുന്നു. പക്ഷേ ഏറ്റവും അസ്വസ്ഥമാക്കിയത് അവിടെയുള്ള വാസനയായിരുന്നു. അത് മരണം പോലെയായിരുന്നു മണം. ആൾ പണം കൊണ്ടുവരാൻ തിരിച്ചു വരുന്നത് ഞാൻ മാന്യമായി കാത്തുനിന്നു. കുറച്ചു സമയം കടന്നുപോയപ്പോൾ അതല്പം അസാധാരണമായി എനിക്ക് തോന്നി. ഞാൻ തുറന്ന വാതിലിൽ മുട്ടി അകത്തൊന്നു നോക്കി. സാർ എന്ന് വിളിച്ചു. ആ മനുഷ്യൻ്റെ ശബ്ദം മറ്റൊരു മുറിയിൽ നിന്ന് വന്നു. അതെ, നിങ്ങൾക്ക് അടുക്കളയിലേക്കൊന്ന് വരാമോ? എൻ്റെ സഹപ്രവർത്തകരും ബോസുമാരും എപ്പോഴും ഒരു കസ്റ്റമറിൻ്റെ വീട്ടിനുള്ളിലേക്ക് അനാവശ്യമായി കയറരുതെന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ആ ഉപദേശം പ്രത്യേകിച്ച് ഏറെ പ്രസക്തമായി എനിക്ക് തോന്നി. ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ കേട്ടെങ്കിലും ഞാൻ വീണ്ടും ചോദിച്ചു, ഒന്ന് വീണ്ടും പറയാമോ? അവൻ വീണ്ടും പറഞ്ഞു, ദയവായി അടുക്കളയിലേക്ക് വരാമോ? ഞാൻ അകത്ത് കയറി. സത്യമായി പറഞ്ഞാൽ എൻ്റെ കാലുകൾ നിലം തകർത്ത് താഴേക്ക് പോകുമെന്ന പോലെ തോന്നി. ആ വീട് അത്രയും പഴയതായിരുന്നു. ഞാൻ നടക്കുമ്പോൾ നിലം പോലും അല്പം താഴേക്ക് കുഴിഞ്ഞു പോകുന്ന പോലെ ഉണ്ടായിരുന്നു. വീട് വളരെ നീണ്ട ഒരു രൂപത്തിലായിരുന്നു. വലത്തോട്ട് നോക്കിയപ്പോൾ അവൻ്റെ ശബ്ദം കേട്ട അടുക്കളയുടെ പ്രവേശനം കണ്ടു. ഇടത്തോട്ട് നോക്കിയപ്പോൾ ഒരു ഇടുങ്ങിയ കോറിഡോർ. അതിൻ്റെ വലതുവശത്ത് പല വാതിലുകളും ഉണ്ടായിരുന്നു. ആ കോറിഡോറിൻ്റെ അറ്റത്ത് ഒരു മനുഷ്യൻ തൻ്റെ പിൻഭാഗം എനിക്ക് തിരിഞ്ഞു നിന്ന് അതീവ ഭീകരമായ രീതിയിൽ മന്ദഗതിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു. അവൻ സ്വയം ആസ്വദിക്കുന്നത് പോലെയായിരുന്നു. ആത്മവിശ്വാസത്തോടെ എന്നർത്ഥമല്ല. അവൻ സ്വന്തം ശരീരം തൊട്ടുകൊണ്ട് വളരെ അസ്വസ്ഥതയുണർത്തുന്ന രീതിയിൽ നീങ്ങുകയായിരുന്നു. മറ്റേതെങ്കിലും സാഹചര്യമായിരുന്നെങ്കിൽ ഞാൻ ചിരിച്ചേനെ. പക്ഷേ ഞാൻ കടന്നു വന്നത് എന്തു തരത്തിലുള്ള വീട്ടിലാണെന്ന ഭയത്തിൽ ഞാൻ പൂർണ്ണമായും അസ്വസ്ഥനായി. ഞാൻ തിരിഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് നോക്കി. ഇപ്പോഴും 2 പിസ്സ ബോക്സുകളും കയ്യിൽ പിടിച്ചുകൊണ്ട്. അടുക്കളയിലേക്കായി കുറച്ച് ചുവടുകൾ വെച്ചപ്പോഴാണ് അടുക്കളയെയും ലിവിംഗ് റൂമിനെയും വേർതിരിക്കുന്ന മതിലിൻ്റെ അരികിൽ നിന്ന് ആരോ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അതേ മനുഷ്യൻ്റെ മുഖം വീണ്ടും. അവൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണുന്ന രീതിയിൽ ഒരു കണ്ണ് മാത്രം ഭീതിജനകമായി എന്നെ നോക്കി നിൽക്കുന്നു. ആ നിമിഷം എൻ്റെ മനസ്സിൽ വന്നത് 2 ചിന്തകൾ മാത്രമായിരുന്നു. ഇതെന്താ ഇയാൾ കാണിക്കുന്നത്? ഞാൻ ഇവിടെ നിന്നുടൻ പോകണോ? ഞാൻ വീണ്ടും മുൻവാതിലിനരികിൽ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും അയാളോട് ചോദിച്ചു, പണമുണ്ടോ? അവൻ മറുപടി പറഞ്ഞില്ല. പകരം അവൻ ചിരിക്കാൻ തുടങ്ങി. അതിനെ ചിരി എന്ന് വിളിക്കാമോ എന്നറിയില്ല. കാരണം ആ ശബ്ദം വളരെ താഴ്ന്ന പിച്ചിലായിരുന്നു. വളരെ മന്ദമായും അസ്വസ്ഥമാക്കുന്ന തരത്തിലുമായിരുന്നു. പിന്നീട് അവൻ പെട്ടെന്ന് റാൻഡൽ എന്ന് വിളിച്ചു. മുമ്പത്തെ മന്ദഗതിയിലുള്ള ശബ്ദത്തേക്കാൾ വളരെ ഉച്ചത്തിലും അധികാരം നിറഞ്ഞ ശബ്ദത്തിലുമായിരുന്നു അത്. എനിക്ക് സഹിക്കാവുന്ന വിചിത്രതയുടെ പരിധി കഴിഞ്ഞിരുന്നു. ഞാൻ തിരിഞ്ഞ് മുൻവാതിലിലേക്കായി നടന്നു തുടങ്ങി. പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ആ കോറിഡോറിലേക്ക് നോക്കിയപ്പോൾ കുറച്ച് സെക്കൻഡ് മുൻപ് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യൻ അവിടെ നിൽക്കുകയായിരുന്നു. നേരെ എന്നെ നോക്കി. ഞാൻ മുൻവാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി അത് പിന്നിലടച്ചു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന പോലെ ഞാൻ വേഗത്തിൽ കാറിലേക്ക് ഓടി. എന്തുകൊണ്ടോ പിസ്സ ബോക്സുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അവയെ പാസഞ്ചർ സീറ്റിലേക്ക് എറിഞ്ഞിട്ട് എത്രയും വേഗം കാറിൽ കയറി. പക്കൽ പാർക്ക് ചെയ്തിരുന്ന പഴയ പിക്കപ്പ് ട്രക്ക് ഒഴിവാക്കി ഒരു 3 പോയിൻ്റ് ടേൺ എടുക്കാൻ കാർ റിവേഴ്സ് ചെയ്യുന്നതിനിടെ ഞാൻ ഒരു നിമിഷം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ആ വീടിൻ്റെ വാതിൽ വീണ്ടും പൂർണ്ണമായി തുറന്നു കിടക്കുകയായിരുന്നു. അത് കണ്ട നിമിഷം എൻ്റെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി. വീട്ടിലുണ്ടായിരുന്ന ആ ആളുകളിൽ ഒരാൾ കാറിന് പുറത്തു നിന്ന് ഏതെങ്കിലും വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചിന്ത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. എനിക്കതൊരിക്കലും അറിയാനാകില്ല. എങ്കിലും എങ്ങനെയോ ഞാൻ ആ കാർ ആ മണ്ണുവഴിയിലൂടെ ഓടിച്ചു റോഡിലെത്തി. അവസാനം എനിക്ക് പിസ്സ റെസ്റ്റോറൻറ്റിലേക്ക് തിരികെ പോകേണ്ടി വന്നു. സംഭവിച്ചതെല്ലാം ഞാൻ രാഹുലിനെ വിളിച്ചു പറഞ്ഞു. അവൻ എന്നോട് ദേഷ്യപ്പെട്ടില്ല. പക്ഷേ റെസ്റ്റോറൻറ്റിൽ തിരിച്ചെത്തി ഞാൻ സംഭവം പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു.
സത്യമായി പറഞ്ഞാൽ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അതൊരു തമാശയായ സംഭവം പോലെ തോന്നാം. പക്ഷെ ആ നിമിഷത്തിൽ അത് ഒരിക്കലും തമാശയായിരുന്നില്ല. ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് സാധാരണ ഒന്നുമല്ലായിരുന്നു. അവർക്ക് പിസ്സ വാങ്ങാനെന്ന ഉദ്ദേശം പോലും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് ഇന്നും തോന്നുന്നു. അതിനുശേഷം പല രാത്രികളിലും ഞാൻ ഒരേ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ മുഖം ഒരു മതിലിൻ്റെ പിന്നിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് നോക്കുന്നത്. ആ സംഭവത്തിന് ശേഷം ഡെലിവറി ജോലിക്കിടെ ഞാൻ ഒരിക്കലും ആരുടെയും വീടുകളിലേക്കോ ഫ്ലാറ്റുകളിലേക്കോ അകത്ത് കയറിയിട്ടില്ല.